ആർത്തു പെയ്യുന്ന മഴയിൽ. അവതരണം ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ. കഥ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്. നാടകാവിഷ്കരണം പ്രദീപ് മണ്ടൂർ. സംവിധാനം കൃഷ്ണകുമാർ പയ്യന്നൂർ. ആർത്തു പെയ്യുന്ന മഴയിൽ. അപ്പ എന്നാലും ഇത്ര പെട്ടത് എങ്ങനെയാ അപ്പ എന്നെ ഒറ്റക്കാക്കി പോവാൻ തോന്നിയ? ഒരു വാതിലടച്ച 9 വാതിൽ തുറക്കുന്നു അപ്പം തന്നെയല്ലേ പറയാറ്. എന്നാലും എന്റെ അപ്പ എത്ര നേരായി എന്റെ അപ്പന്റെ ശവവും കെട്ടിപ്പിടിച്ച് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നാട്ടിലുള്ള സകല കച്ചറയും പിച്ചറയും വൃത്തിയാക്കി നടന്ന് സ്വയം വൃത്തിയില്ലാണ്ടായ ഒരു മനുഷ്യനായത്. ഇതൊന്ന് ചുടുകാട് വരെ എത്തിക്കാൻ ആരെങ്കിലും എന്റെ ഒന്നിച്ചൊന്ന് കൂടുവോ? ആരെങ്കിലും? പോവല്ലേ എന്നെ അപ്പനെ ധരിച്ചാക്കി പോവല്ലേ. എനിക്കറിയാം ആരും ഉണ്ടാവില്ല. ചത്തത് ചെരുപ്പൂത്തി ഗോപാലന്റെ അപ്പനല്ലേ അല്ലേ? എങ്ങനെയാ ഞാൻ എന്റെ അപ്പനെ ശവപ്പറമ്പിലെത്തിക്കാം? എന്തിലാ ഞാൻ എന്റെ അപ്പനൊന്ന് പൊതിയ? എന്തിലാ ഒന്ന് പൊതിയ? അപ്പാ നമ്മൾ ഇന്നലെ വരെ ഒന്നിച്ച് കടന്നുറങ്ങി ഈ പായ മതി. ഇത് മതി എന്റെ അപ്പനെ പൊതിപ്പിക്കാൻ. ഇത് മതി. ഞാൻ കൊണ്ടുപോകും എന്റെ അപ്പനെ. അപ്പ ഇങ്ങോട്ട് നീങ്ങി കിടക്കപ്പ. ഞാൻ അപ്പനൊന്ന് പൊതിപ്പിക്കട്ടെ. അപ്പ മെല്ലെ അപ്പന്റെ തോളിൽ കയറി ഒരുപാട് യാത്ര ചെയ്തല്ലോ. ഇന്ന് അപ്പൻ എന്റെ തോളിൽ കയറി. നമുക്കൊരു യാത്ര പോവാം അങ്ങ് ചുടുകാട്ടിലേക്ക്. ഈ ചട്ടവും കൊണ്ട് തൊട മാത്രല്ല ഇതിൽ മുഴുവൻ പുള്ളിക്ക് ഞാൻ. അല്ല പിന്നെ ഇവിടെ പണിയെടുക്കാല്ലേ നിങ്ങൾ എന്നെ കൊണ്ടുവന്നീന്. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ മോനും എത്ര പേര് എന്നെ. അതേടി പണിന്ന് പറഞ്ഞ എല്ലാ പണിയും ചെയ്യണം. അന്നെ പോലത്തെ ഒരു വിരുന്ന് പെണ്ണിനെ ഈ വെള്ളറക്കാനല്ല നമ്മള് കായെടുത്ത് വാങ്ങിനി. അല്ല പിന്നെ വാടി ഇവിടെ. പോകരുത്. ഞാൻ എന്നോടല്ലേ പറഞ്ഞത് ഇവിടെ വരാൻ. നിന്നെ ഞാൻ ജുമൈല ഞമ്മളും വീടും പുറത്തേക്ക് പോവാണ്. വരുമ്പോഴത്തേക്ക് കുളിച്ച് നല്ല പാങ്ങിൽ നിന്നോണം. നമ്മളെ ചങ്ങായിമാര് 1-2 ആള് വരുന്നുണ്ട്. നിന്നെ കാണാൻ വേണ്ടി തന്നെയാ.
ഇതാ ഇതാ ഇത് കുമ്മാനടുത്തേക്ക് പോണ പോണം, എനിക്ക് പോണം. എന്നാ വേം വാ, ഇവിടെ ഇപ്പൊ ആരുമില്ല. ഞാൻ മെല്ലെ കയറ്റി തുറന്നു തരാം. പോയിക്കോ, ഓടിപ്പോയിക്കോ. വാ വേം വാ, വാ വേഗം തുറക്ക്, വേം വാ. തുറക്ക്. പോയിക്കോ, ഓടിപ്പോയിക്കോ. അപ്പനില്ലാത്ത രാത്രി. ഇന്നലെ വരെ നമ്മൾ ഒന്നിച്ചു കുടിച്ചതല്ലേ അപ്പ. ഉറക്കം വരുന്നില്ലപ്പ. ഇന്ന് അപ്പനില്ലാതെ ഞാൻ തനിച്ചു കുടിക്കാൻ പോവാ. അപ്പനറിയോ, ശവമടക്കിന് ആരെങ്കിലും സഹായിക്കാൻ വരുന്നെന്ന് കരുതി ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ലപ്പ. ചത്തത് ചെരുപ്പൂത്തിയ. പക്ഷെ അപ്പ ഞാൻ പറയും, ഈ ലോകത്തിലെ മഹത്തായ ജോലി ചെരുപ്പൂത്തിൻ്റെതാ. എന്താ അല്ലേ? ചെരുപ്പ് എല്ലാവർക്കും വേണം. എന്നാ ചെരുപ്പൂത്തിനെയോ നാട്ടിലൊരു പശു ചത്താലവും വേണം. ചീഞ്ഞു നാറിയ കച്ചറ വൃത്തിയാക്കാനും ഓൻ തന്നെ വേണം. പക്ഷെങ്കിലുണ്ടല്ലോ, ഓൻ സ്കൂളിൽ കയറിക്കൂടാ, ഒരാഫീസിലും കയറിക്കൂടാ, ആട്ടി ഓടിക്കും എല്ലായിടത്തു നിന്നും. അവനില്ലാതെ മണ്ണിൽ അഴുക്ക് വൃത്തിയാവൂ? മണ്ണില്ലാതെ മനുഷ്യനുണ്ടോ? അതുമില്ല. അതിന്റെ കൊര വലിയ വലിയ വീട്ടിൽ നിന്നുള്ള കച്ചറ മുഴുവൻ ഭാര്യ വിളിച്ച് തിന്നിട്ട് ഈടെ വന്ന് കുറച്ചോ. പഴയ കുറെ ചെരുപ്പുണ്ട്. എന്താ വേണാ? ഇനി ചെരുപ്പിടാണ്ട് നടന്നിട്ട് കാലില് മണ്ണ് പറ്റിന്ന് അവര് പറയണ്ട. ഏത് അല്ല, ഞാൻ ആലോചിക്കുക, ഈ നാട്ടിലെ നായ്ക്കളെല്ലാം ചെരുപ്പിടാൻ തുടങ്ങിയാലുള്ള ഒരവസ്ഥ. നായ്ക്കള് മാത്രല്ല, ആനയും ആടും പശുവും. എന്തൊരു ജീവിതായിരിക്കും എന്റേത്. ചെരുപ്പ് തുന്നി 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 തുന്നി. ഇപ്പം പണിയില്ലെന്ന് വഴിക്കേ പോകുമ്പോ, എടോ ഈ ചെരുപ്പൊന്ന് തുന്നിത്താടോ എന്ന് പറയാൻ പോലും ഇപ്പൊ ആളില്ലെന്ന്. പുതിയന്റെ പുറകെ പോകുന്ന മനുഷ്യന് ഇപ്പൊ പഴയനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ടെന്താ, എന്നെ പോലെ തന്നെ എന്റെ ചെരുപ്പുകളും പഴയതായി. ഈ പഴയ ചെരുപ്പിന്റെ ഇടയില് ഞാൻ ഉണ്ടാക്കിയ പുതിയ ഷൂ അല്ലടാ ഇനി. എന്നിട്ടോ ഇന്ന് ആർക്കെങ്കിലും വേണോ? എന്നാല് നീ ഇത് കേക്കണം. എന്റെ അപ്പം പോയി. ഇനി ഇത് ഇന്നോടല്ലാണ്ട് ഞാൻ ആരോടാടാ പറയാ? എന്റെ അപ്പൻ നാരായണൻ. അപ്പന്റെ ഒന്നിച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ വരുമ്പോ എനിക്ക് വയസ്സ് 4. എത്ര? 4. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാനും എന്റെ അപ്പനും ഒരുപാട് യാത്ര നടത്തിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് പുറകിലായിട്ട് വലിയ ആൾക്കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള യാത്രയായിരുന്നില്ല. തിരുവനന്തപുരം കാസർഗോഡ്, കാസർഗോഡ് തിരുവനന്തപുരം, തിരുവനന്തപുരം കാസർഗോഡ്. അങ്ങനെ ഞങ്ങളിവിടെ അങ്ങ് അടിഞ്ഞ്. എത്ര വേനൽ കഴിഞ്ഞ്, എത്ര മഴ പെയ്ത്, നാടെത്ര മാറി, ആളുകൾ എത്ര മാറി. ഞാൻ ആ പഴയ ചെരുപ്പൂത്തി ഗോപാലൻ തന്നെ. സാറിന്റെ ഒരു കാര്യം ഒന്ന് വേഗം വാ സാറേ. നീ ഇതങ്ങോട്ടാ എന്നെ വലിച്ചോണ്ട് പോകുന്നത്? ഈട മതി, ഗോപാലുള്ളോണ്ട് പേടിക്കണ്ട. എന്നാലും ഈ വേസ്റ്റിന്റെ നാറ്റത്തിന്റെ ഇടയിലേക്ക് ഓ എന്നാലൊരു കാര്യം ചെയ്, സാറിന്റെ വീട്ടിലോട്ട് പോവാം. അവിടെ ആകുമ്പോ AC റൂം ഉണ്ടല്ലോ. നീ എന്താ കളിയാക്കുക? അല്ലണ്ട് സാറേ, ഞങ്ങളെ പോലുള്ളവരെ വേണം താനും. എന്നാൽ അതിനുള്ള സൗകര്യമുണ്ടോ? അതുമില്ല. എടി പെണ്ണേ, ഇന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലടി ഇതിവിടെ പറ്റൂലെന്ന്. ഒരു പ്രാവശ്യം കൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഗോപാലേട്ടാ. ഞാനൊരാണല്ലടി. അതിന് നിങ്ങൾ എന്റെ ആങ്ങളല്ല അണ്ണാ. ആ ചെരുപ്പൂത്തി ഗോപാലനെന്നും ആങ്ങളെയാവാനല്ലേ പറ്റൂ അല്ലേ? ആ പോലീസുകാരനെങ്ങാനും വരുന്നതിന്റെ മുമ്പ് കാര്യം തീർത്ത് കാശുമായി പോവാൻ നോക്കടി. മനുഷ്യന്മാര് ചിലപ്പോ ഈ നായ്ക്കളെക്കാളും കഷ്ടാണ്. ഉണ്ടായിരിക്കുവാനല്ലേടാ എന്നോട് പറഞ്ഞേ? അഹങ്കാരികള്. നിങ്ങൾക്ക് 2 കാലല്ലേ, ഞങ്ങൾക്ക് 4 കാലുണ്ടല്ലോ എന്നുള്ള അഹങ്കാര. എടാ ചമ്പ, ഇന്റെ പഴയ കഥ ഞാൻ പറയണോ? എന്റെ അപ്പനും ആ പട്ടിയും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പം കുടിക്കുന്നതിന് മുമ്പ് ദൈവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാ കുടിയൊക്കെ. ഒരു ദിവസം ചത്ത പശുവിനെ ഞങ്ങൾക്ക് അടക്കാൻ കിട്ടി. അത് മിക്കവാറും കിട്ടാറുണ്ട്. അത് തന്നെയാണല്ലോ ഞങ്ങളെ പണിയും. അടക്കുന്നതിന്റെ മുമ്പ് അപ്പന പശുവിന്റെ തൊട ഇറച്ചി മുഴുവൻ അറുത്തെടുത്ത് ബാക്കി കുഴിയിലിട്ടങ്ങ് മൂടി. അതും വേവിച്ച് ഞങ്ങള് 2 കൂടി ഇങ്ങനെ ആഘോഷമായിട്ട് കുടിച്ചോണ്ടിരിക്കുമ്പോഴാ 4 കാലുണ്ടല്ലോ എന്നുള്ള അഹങ്കാരത്തോടെ അതിന്റെ ഒരു വരവ്. അപ്പനതിനെ ആട്ടി ഓടിക്കാറൊന്നും പോയില്ല. സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചു. വാല് വാട്ടി അത് അടുത്തേക്ക് വന്നപ്പോ അപ്പം കുപ്പീന്റെ അടപ്പിന്ന് കുറച്ച് സാധനം എടുത്ത് അതിന്റെ വാല് പൊക്കി പിടിച്ച് ഒറ്റ ഓടിക്കല്. പിന്നെ പറഞ്ഞ കാശ് തരാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടൂല. ഓ പഞ്ചാര വർത്തനം പറഞ്ഞ് കൂട്ടിയിട്ട് വരുമ്പോ ഇങ്ങനെയല്ലല്ലോ. കാര്യം കഴിയുമ്പോ തനി നേരം പുറത്തെടുക്കുന്നോ? എന്റെ കാശ് താടാ, എന്റെ കാശ് തരാ. ഒച്ചയെടുക്കണ്ട, തരാ. നാശം. എടാ പറഞ്ഞ കാശ് കൊടുത്തിട്ട് പോടാ. ഇന്ത്യക്ക് എച്ചിലും മറ്റും കൊണ്ടുതള്ളാനുള്ള സ്ഥലമാണ് അവിടെ ഇത്. എന്റെയൊക്കെ വീട്ടില് മതിലും ലോക്കും. തള്ളിക്കോ. ഒരു ദിവസം എനിക്കൊക്കെ കിട്ടൂടാ, കിട്ടും. എന്താടാ എന്റെ പൊന്ന് സാറ്, ഈ വലിയ വീട്ടിലെ കച്ചറ മുഴുവൻ പാതിരാത്രിക്ക് ഇവിടെയാ കൊണ്ടുപോയി തള്ളുന്നേ. എല്ലാ ദിവസവും നിന്റെ ഈ കഥാപ്രസംഗ പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ടാട്ടാ, നിർത്തിയേക്കണം. 7 മണി കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ച് കിടന്നോണം എന്ന് പറഞ്ഞാടാ. അതിനിപ്പോ സമയം പാതിരാത്രി ആയതല്ലേ ഉള്ളൂ സാറേ. ഉറക്കം വരുന്നില്ല. ഓഹോ, ഉറക്കം വരാൻ ഞാനൊരു പാട്ടുപാടി തന്നാലോ? എല്ലാം എടുത്തു വെച്ച് ഉറങ്ങാൻ നോക്കണോ? ഇല്ലെങ്കിൽ ഇതെല്ലാം വാടിപ്പൊളിച്ച് കളയും ഞാൻ, പറഞ്ഞേക്കാം.
സകലോനും കേറി വായാൻ ഈടെ ഈ ചെരുപ്പൂത്തി പോവാലുണ്ടല്ലോ അല്ലേ? മഴ വരുന്നുണ്ടെന്നാ തോന്നുന്നു. കാലം തെറ്റി പെയ്യുന്ന മഴ. ഇത് എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്. കഴിഞ്ഞ മഴക്കാലത്ത് ഞാനും എന്റെ അപ്പൻ ഒന്നിച്ച് നനഞ്ഞതാ. ഒരു പെരുമഴ മുഴുവൻ. ഒന്നല്ല, ഒരുപാട് മഴ നനഞ്ഞിട്ടുണ്ട്. ഒടുവിലെല്ലാം തരിച്ചാക്കി അപ്പം പോയി. ഇവിടെ ആരുമില്ലേ? ഒന്ന് വാലോർക്ക്, ഒന്ന് തുറക്ക്. ആരായത്? വാല് തുറക്ക്. രാത്രിക്ക് ഇവളിതുവരെ പോയില്ലേ? ഒന്ന് തുറക്ക്. ഇത് അവളല്ലല്ലോ, ഇതാരാ പുതിയൊരാള്? എല്ലാരും വലിഞ്ഞു കയറി അവസാനം ഇവിടെ തന്നെ എത്തിക്കോളും, അതും പാതിരാത്രിക്ക്. എന്നെ രക്ഷിക്കണം. കയറിവാ. ഇവിടെ ആരുമില്ല. നീ ഏതാ? എവിടുന്നാ? അത് ഈ മഴയത്ത് മേലാകെ നനഞ്ഞിട്ടുണ്ടല്ലോ. വാ, അകത്തോട്ട് വാ. എന്താ എനിക്ക് പറ്റിയത്? വാ. എനിക്ക് എന്റെ ഉമ്മാന്റെ അടുത്ത് പോണം. എന്താ എന്റെ പേര്? ജുമൈല. വീട് ഒരുപാട് ദൂരെയാ. എന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മ ഉണ്ട്. ഉപ്പ എന്റെ ചെറുപ്പത്തിലെ മയ്യത്തായി. 4 അനിയത്തിമാരുണ്ട്. പിന്നെങ്ങനെ ഇനി ഇവിടെ എത്തിയത്? ഉമ്മാനെ വീണ്ടും കെട്ടിയ ആള് എന്നെ ഒരു സ്ഥലത്ത് പണിക്കാക്കിയതാ, ഒരു വലിയ വീട്ടില്. അവിടുത്തെ മുതലാളി എന്നെ എപ്പോഴും എന്തൊക്കെയോ ചെയ്യും. ആദ്യം വെറുതെ തൊട്ട് പിടിച്ചു. പിന്നെ ഒരു ദിവസം നീ ഇങ്ങനെ കരയല്ലേ? പിന്നെ അയാളുടെ മോനും. ഒരുപാട് ദിവസം പനി പിടിച്ച് കിടന്നിട്ടുണ്ട് ഞാൻ. ഒരു മരുന്നും തരൂല. ഞാൻ ചത്തുപോന്നായപ്പോ ഒരു ഭാര്യയ്ക്ക് ദയ തോന്നിയിട്ട എന്നെ ആശുപത്രി കൊണ്ടുപോയിന്. അവിടുന്ന് രക്ഷപ്പെട്ട് എന്റെ ഉമ്മാന്റെ അടുത്ത് എത്തണമെന്ന് ഒരുപാട് നാളായി ഞാൻ ആശിക്കുന്നത്. ഇന്നാളൊരിക്കൽ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാ ഇതാ നിങ്ങൾ കണ്ട എന്റെ കാല് ചട്ടുക ചൂടാക്കി പൊള്ളിച്ചതാ. കണ്ണ് ചോരയില്ലാത്ത മനുഷ്യന്മാര്. നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? രാവിലെ മുതലാളി വന്ന് എന്നെ ഒരുപാട് ഉപദ്രവിച്ച്, എന്നിട്ട് വൈകുന്നേരത്തേക്ക് കുറെ ആളെ കൂട്ടി വരുന്നു പറഞ്ഞ് ആരുടെയോ പോയി. അനുസരിച്ച് നിന്നില്ലെങ്കിൽ കൊന്ന് കഷ്ണങ്ങളാക്കി ചാക്കി തള്ളുന്നാ പറഞ്ഞ്. ഒരു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടോലും. അയാളുടെ ഇളയമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഓന എന്നെ രക്ഷപ്പെടാൻ സഹായിച്ചീന്. ഓടി വരും സമയത്ത് എത്രയാ നായ്ക്കളെ ചുറ്റും. നായ്ക്കളെ പേടിച്ച ഞാനിവിടെ കയറിയത്. എനിക്ക് എന്റെ ഉമ്മാന്റെ അടുത്ത് പോണം. ഈ പാതിരാക്ക് പെരുമഴയത്തോ നീ ആ ബെഞ്ചിന്റെ മുകളിൽ അങ്ങനെ കിടക്ക്. ഇവിടെ ആരുമില്ലാന്ന്. രാവിലെ പോവാ. കിടന്നോ? എന്നാ കുറച്ചോ, നല്ല തണുപ്പുണ്ട്. ജുമൈല, എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നു? എനിക്കിങ്ങനെ നോക്കുന്ന ആളെ പേടിയാ. നിങ്ങൾ എന്നെ എന്ത് വേണേ ചെയ്തു. പക്ഷെ എന്റെ മോലാളി പറഞ്ഞ പോലെ വേറെ ആരെയും വിളിക്കില്ല. കഴിയുന്നില്ല. ചത്തുപോലെ പേടിയാ. ചാവുന്നതിന് മുമ്പ്
എന്റെ ഉമ്മാന്റെ മടിയിൽ പോയി കുറച്ചു നേരം കിടക്കണം. എന്തെല്ലാരും എന്നോട് ഇങ്ങനെ നീ എന്താ പറഞ്ഞേ? ഇതെങ്ങനെയാ എന്നോടിത് പറയാൻ തോന്നി? ഞാൻ ഇന്നൊന്നും ചെയ്യൂല. ഞാൻ എന്റെ മോളൊന്നും ചെയ്യൂല. മോളെ ആരും ഒന്നും ചെയ്യൂല. ഒറ്റമായിക്കും ഇങ്ങോട്ട് വരില്ല. ഈ പെരുമഴയത്ത് ജുമയിലേക്ക് കാവലായിട്ട് ഈ ഗോപാലനുണ്ടാവും. ചെരുപ്പൂത്തി ഗോപാലൻ. ലോകത്തിലെ ഏറ്റവും മഹത്തായ ജന്മം അധകൃതന്റേതാണ്. അവന് മാത്രമേ നിഷേധിക്കപ്പെട്ട സ്നേഹത്തിന്റെ വിലയറിയാൻ കഴിയൂ. ചീഞ്ഞളിഞ്ഞ മാലിന്യത്തിൽ നന്മയുടെ വിത്തുമുളപ്പിക്കാൻ അവന് മാത്രമേ കഴിയൂ. ആർത്തു പെയ്യുന്ന മഴയിൽ. അവതരണം IYCC ബഹ്റൈൻ. സംവിധാനം കൃഷ്ണകുമാർ പയ്യന്നൂർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോപാലൻ ദിനേശ് കുറ്റിയിൽ, ജുമൈല രാഖി രാഗേഷ്, മുതലാളി ഷാബു വർഗീസ്, പോലീസ് താഹ, പുരുഷൻ ഷഫീഖ് കൊല്ലം, സ്ത്രീ എലിസബത്ത് റോഷ്നി, കുട്ടി ശ്രീഹരി ആർ നായർ. സംഗീതം സജി സരിക. സ്റ്റുഡിയോ ഡെൽമൻ പ്രൊഡക്ഷൻ. റെക്കോർഡിംഗ് അഷ്റഫ് കടമ്പേരി. പ്രത്യേകം നന്ദി ഷംസീർ വടകര.